ഇന്ന് ആളുകളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ്. പ്രധാനമായും നമ്മുടെ ഷോൾഡർ സന്ധികളിൽ വേദന, വഴക്കക്കുറവ്, കൈ ഉപയോഗിച്ചുള്ള പ്രവർത്തനത്തിലുള്ള മാന്ദ്യം, രാത്രിയിൽ വേദന, ഇവയൊക്കെയാണ് പ്രധാനമായും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഫ്രോസൺ ഷോൾഡറിന് തുടക്കം എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷനാണ്. സൈറ്റോകൈൻ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഈ ഷോൾഡർ ക്യാപ്സൂളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അതിന് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് ഫൈബ്രോസായി മാറുന്നു. അങ്ങനെ ഷോൾഡർ ജോയിൻറ്റ് വളരെ തിക്കൻഡായിട്ട് വളരെ അഡ്ഹറൻ്റ് ആകുന്ന ഒരു സ്റ്റേജിലൂടെ പോകുമ്പോഴാണ് ഈ ഷോൾഡർ ജോയിൻ്റ് വഴക്കം നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ചെറിയ ഇൻഫ്ലമേഷൻ നമുക്ക് രാത്രിയിൽ കൂടുതലായി വേദന അനുഭവപ്പെടും. അപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുക ചിലർക്കത് ഒരു പ്രശ്നം, ഉറക്കം തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഒരു സെൽഫ് ലിമിറ്റിംഗ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് സമയമെടുത്ത് തന്നെ നമ്മുടെ നാച്ചുറൽ പ്രോസസ്സിലൂടെ വേണമെങ്കിൽ അത് ക്യൂർ ചെയ്യാം. എങ്കിലും അത് ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതിനാൽ അതിന് ചികിത്സ പലപ്പോഴും ആവശ്യമായി വന്നേക്കാം. പലപ്പോഴും നമ്മൾ പരിശോധനയിലൂടെ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസിൻ്റെ റീസൺ ചിലപ്പം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. എന്നാലും എന്തെങ്കിലും കാരണത്താൽ ഷോൾഡർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന ചെറിയ പരിക്കുകൾ മൂലമോ അല്ലെങ്കിൽ വേദന മൂലമോ ഷോൾഡർ കുറേ നാൾ നമ്മൾ അനക്കാതെ വെച്ചാൽ ഈ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് ചില അസുഖങ്ങൾ, പ്രത്യേകമായും നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതുപോലെ തന്നെ പ്രമേഹം രോഗികളിലും ഒക്കെ ഈ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ് കൂടുതലായി കാണപ്പെടുന്നത്. സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. ചില ന്യൂറോളജിക്കൽ പാർക്കിൻസൺ ഡിസീസ്, പിന്നെ സ്ട്രോക്ക് വന്നവരിലെ ഒക്കെ ഈ അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഈ അസുഖത്തിന് 3 സ്റ്റേജാണ്. ആദ്യം അതൊരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. പിന്നീട് അതൊരു ഫ്രോസൺ സ്റ്റേജിലേക്ക് വരികന്നു. പിന്നീട് അതൊരു റിസോൾവിങ് സ്റ്റേജാണ്, തോവിങ് സ്റ്റേജ് എന്ന് പറയും. അങ്ങനെ 3 സ്റ്റേജിലൂടെ ആണ് ഈ അസുഖം കടന്നു പോകുന്നത്. അപ്പം അസുഖത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണെന്ന് നമ്മളത് കണ്ടുപിടിച്ചിട്ടാണ് അതിൻ്റെ ചികിത്സ ഫലപ്രദമായും ചെയ്യുന്നത്. ഫ്രോസൺ ഷോൾഡർ നമുക്കറിയാം, ഈ ക്യാപ്സൂൾ കൺട്രാക്ട് ചെയ്ത് തിക്കൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഇൻഫ്ലമേഷൻ സ്റ്റേജാണ്. അവിടെ നമുക്ക് പ്രധാനമായും ഫിസിയോതെറാപ്പിയിലൂടെ ക്യാപ്സൂളിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും വേദന കുറയ്ക്കുകയും നമുക്ക് പിന്നീട് അത് ഷോൾഡറിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സസൈസിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. മോഡറേറ്റ് സിവിയർ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അതൊരു ഷോൾഡർ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ, ചിലപ്പം അണ്ടർ അനസ്തീഷ്യ ഷോൾഡർ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ വേണ്ടി വരാം. അതുപോലെ തന്നെ ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചക്ഷൻസ് ഹെൽപ്ഫുള്ളാണ്. സ്റ്റെറോയിഡ്സ് ഇഞ്ചക്ഷൻസ് ആകാം, അല്ലെങ്കിൽ പ്ലേറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചക്ഷൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. വളരെ സിവിയർ ആയിട്ടുള്ള ഫ്രോസൺ ഷോൾഡറിൽ നമുക്ക് ആർത്രോസ്കോപ്പിക് കീഹോൾ സർജറിയിലൂടെ ഈ തിക്കൻഡ് ആയിട്ടുള്ള ക്യാപ്സൂൾ റിലീസ് ചെയ്ത് ഷോൾഡറിൻ്റെ വഴക്കം തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. എന്ത് പ്രൊസീജിയർ ചെയ്താലും അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിലൂടെ തുടർച്ചയായി ഷോൾഡർ മൂവ്മെൻറ്റിൻ്റെ വഴക്കം നമ്മൾ നിലനിർത്താൻ നമുക്കത് സാധിക്കാൻ പറ്റും. നമുക്ക് ഈ അസുഖം എങ്ങനെ തടയാൻ സാധിക്കും? പ്രധാനമായും ഷോൾഡർ സന്ധികൾക്ക് വഴക്കം നിലനിർത്തുന്ന വ്യായാമങ്ങളിലൂടെ, സ്ട്രെച്ചിങ് എക്സസൈസ്, അതുപോലെ തന്നെ ഷോൾഡറിനോട് ചേർന്നുള്ള പേശികളുടെ സ്ട്രെങ്തനിങ് എക്സസൈസ്, ഇവയിലൂടെ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് വരാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രമേഹം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്നിവരുള്ളവർ തീർച്ചയായും അത് കൺട്രോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഈ അസുഖത്തെ തടയാൻ സാധിക്കും. പരിക്കുകൾ വന്നാൽ കൂടുതൽ നാൾ അത് ഇമ്മൊബിലൈസ് ചെയ്യാതെ ഒരു എഫക്റ്റീവ് റീഹാബിലിറ്റേഷനിലൂടെ പോയാൽ നമുക്ക് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും.